നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പം ഫ്രൈ ആക്കണമെന്ന് വിചാരിച്ച റോസ്റ്റായി പോയൊരു കഥയാണ് കേട്ടോ ഇത്. ഇട്ടത്തൊന്ന് ഞാൻ കുറച്ച് മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. നിവർന്ന് കുട്ടപ്പനായി നിന്നിരുന്ന കറിവേപ്പിനെ ഞാൻ വളച്ചൊടിച്ച് അതിൽ നിന്ന് 2 തണ്ടൊടിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം. പിന്നെ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ചെമ്മീൻ വൃത്തിയാക്കുക എന്നുള്ളത് നിസ്സാര പണിയല്ല കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ വേണം, അതൊന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു ചട്ടി എടുത്ത് ചട്ടിയിലേക്ക്, ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കഴുകി വെളുത്തിരിക്കുന്ന ചെമ്മീനെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുമപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നെന്ന്. എന്നാലും ഞാനത് ഫ്രൈ ചെയ്യാന്നുള്ള ഒരു വിശ്വാസത്തിൽ കൊണ്ടുപോയിട്ട് ഫ്രൈ പാനൊക്കെ എടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഫ്രൈ ചെയ്യാനാവത്തില്ല, അതുകൊണ്ട് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി റോസ്റ്റ് ആക്കി എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.